വെരി ഗുഡ് മോർണിംഗ് ടു ഓൾ. ഞാനിത് ഒരു വീഡിയോ ഹോളിമാത അക്കാഡമിയും ആയിട്ട് ബന്ധപ്പെട്ടാണ് ഞാൻ ഇടാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഹോളിമാത അക്കാഡമിയുടെ ഇലക്ട്രിക്കൽ സെക്ഷൻ തുടങ്ങിയപ്പോൾ അവിടെ പഠിപ്പിച്ച ഒരു സ്റ്റാഫാണ്. എനിക്ക് വളരെ സന്തോഷം. അതായത് എൻ്റെ ഒരു ഹിസ്റ്ററി പറയുകയാണെങ്കിൽ, ഞാൻ 2021 ഞാൻ കോളേജിൽ പഠിപ്പിക്കുമായിരുന്നു. അപ്പം ഞാൻ റിസൈൻ ചെയ്ത് എക്സാമുകൾക്ക് വിളിച്ചപ്പം എൻ്റെ ഒരു സിവിലിൽ പഠിപ്പിക്കുന്ന ഒരു ടീച്ചർ മുഖാന്തരമാണ് ഞാൻ ഹോളിമാത അക്കാഡമിയെ പറ്റി അറിയുന്നതും സാറ് ഇലക്ട്രിക്കൽ സ്റ്റാഫിനെ അന്വേഷിക്കുന്നുണ്ടെന്നും മനസ്സിലായി. അതിനനുസരിച്ച് ഞാൻ സാറിനെ വിളിക്കുകയും സാറ് ഇത് തുടങ്ങാൻ അനുവാദം തരുകയും തൽഫലമായി നമ്മൾ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്തു. ആദ്യം വാട്ടർ പമ്പ് ഓപ്പറേറ്ററിൻ്റെ എക്സാമുകൾ, ഇലക്ട്രിക്കൽ ക്ലാസ്സുകളായിരുന്നു തുടങ്ങിയത്. പിന്നെ സബ് എഞ്ചിനീയർ വന്നു, തുടങ്ങി ഇൻസ്പെക്ടറേറ്റ്, ദെൻ പിന്നെ AP പോളിടെക്നിക്ക്, ഇങ്ങനെ കുറേ എക്സാമുകൾ അടുപ്പിച്ച് വന്നിരുന്നു. അതിനൊക്കെ നമ്മൾ ക്ലാസ്സുകൾ കൊടുത്തിരുന്നു. അപ്പം ഇതിനകത്ത് എൻ്റെ ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ ഒരു കേസ് പറയുകയാണെങ്കിൽ, ഏറ്റവും ലാസ്റ്റ് ചാൻസ് ആയിരുന്നു എനിക്ക്. ഈ എക്സാമുകൾക്കെല്ലാം ലാസ്റ്റ് ചാൻസ് ആയിരുന്നു. എനിക്കൊരു റിസ്ക് ചാൻസാണ്, കാരണം കിട്ടാനുള്ള ഒരു ചാൻസ് വളരെ കുറവാണ്. അപ്പം സാർ എന്നോട് പറയുകയും ചെയ്തു, നേരത്തെ ഒന്ന് തുടങ്ങിയിരുന്നെങ്കിൽ, നമുക്ക് നേരത്തെ ഇതൊക്കെ ഒന്ന് തുടങ്ങിയിരുന്നെങ്കിൽ നേരത്തെ സർവീസിൽ കയറായിരുന്നു എന്ന് പറഞ്ഞു. എന്നാലും സാർ പറഞ്ഞു, ഇയാൾക്ക് ലാസ്റ്റ് ചാൻസ് അല്ലേ, ഒന്ന് ആഞ്ഞ് പരിശ്രമിക്കുക, തനിക്ക് കിട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് എല്ലാ ആഴ്ചയിലും മോട്ടിവേഷൻ ക്ലാസ്സും, അതിൻ്റെ ഇടയ്ക്കും സ്റ്റുഡൻസിന് കൊടുക്കുന്ന പോലെ തന്നെ എനിക്കും മോട്ടിവേഷൻ തന്നു. അതിൻ്റെ ഇടയ്ക്കും നമ്മൾ ഡൗൺ ആകുമ്പോൾ സാറ് മോട്ടിവേഷൻ തുടങ്ങിക്കോളൂ, ഇങ്ങനെ പഠിക്കണം, ഇങ്ങനെ ക്ലാസ്സുകൾ എടുക്കുക, പിന്നെ ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്യുക, നല്ല ഗൈഡ് ലൈൻസാണ് തന്നത്. അതിൻ്റെയൊക്കെ ഒരു ഫലമായിട്ട് എനിക്ക് AEയുടെ എക്സാമിന് 100-ൽ ഒരാളാകാനും ആദ്യത്തെ 100-ൽ ഒരാളാകാനും സാധിച്ചു. എപ്പോഴും എനിക്ക് സാറിനോടും അക്കാഡമിയോടും കടപ്പാടുണ്ടായിരിക്കും. അതോടൊപ്പം തന്നെ പഠിപ്പിച്ച കുട്ടികൾ സബ് എഞ്ചിനീയറായിട്ടും പമ്പ് ഓപ്പറേറ്ററായിട്ടും ഒക്കെ ഒത്തിരി പേര് കയറി. വളരെ സന്തോഷം. നമുക്കും കയറാൻ പറ്റി, കൂടെ നമ്മൾ പഠിപ്പിച്ച പിള്ളേർക്കും കയറാൻ പറ്റിയെന്ന് പറയുമ്പോൾ വളരെ സന്തോഷമാണ്. കുറേ പേര് ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നു, അവർക്ക് ലിസ്റ്റിൽ ആകാറായി. അപ്പം അതൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. അപ്പം സാറിൻ്റെ അടുത്ത് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ചുമ്മാ ഒരു കോച്ചിങ് സെൻറ്ററിൽ പോകുന്ന പോലെയല്ല, കിട്ടണം എന്നുള്ള ഉദ്ദേശത്തോടെ മാത്രം ഇതിനകത്ത് ജോയിൻ ചെയ്താൽ മതി എന്നുള്ള അത് തന്നെ സാർ പറയും. അല്ലാത്തവർ നിർത്തിപ്പോക്കൂ എന്നുള്ള രീതിയിൽ തന്നെ പറയുന്നത്. ഒരു മണി ഓറിയൻറ്റഡ് അല്ല ക്ലാസ്, എപ്പോഴും ഒരു ബിസിനസ്സും അല്ല. കിട്ടാൻ വേണ്ടി നിങ്ങൾ പഠിക്കുക, ബാക്കി ഒക്കെ തന്നെ വന്നോളൂ എന്നാണ് സാർ പറഞ്ഞ പോലെ തന്നെ. എനിക്ക് കിട്ടാൻ വളരെ ബുദ്ധിമുട്ട്, എനിക്ക് റിസ്ക് ആയിരുന്നു. കാരണം ഇനിയൊരു ചാൻസ് എനിക്കില്ല. എന്താ പറയുക, പഠിക്കാൻ ഞാൻ പഠിക്കണമെന്ന് വെച്ചാൽ പോലും എനിക്കൊരു എക്സാം എഴുതാൻ പിന്നെ ഒരു ചാൻസ് ഇല്ല. അപ്പോൾ അതൊരു റിസ്ക് തന്നെയായിരുന്നു. ഇവിടെ വന്നതുകൊണ്ടും കറക്റ്റായിട്ട് ഗൈഡ് ലൈൻസ് തന്നതുകൊണ്ടും ആ രീതി പഠിപ്പിച്ചതുകൊണ്ടുമാണ് എനിക്കിപ്പം ഈ ഗവൺമെൻറ് ജോലിക്ക് പോകാൻ പറ്റിയത്. അപ്പം എല്ലാവരും അക്കാഡമിയിൽ പഠിക്കും. ഇവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ പോലെയല്ല, നമുക്ക് മെൻ്റൽ സപ്പോർട്ട് ഭയങ്കരമായിട്ട് കിട്ടും. എല്ലാവരും പഠിക്കുക, ജോലി നേടുക.